ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യ ആണവ മിസൈലും വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ആണവ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഡ്രോണും പരീക്ഷിച്ച പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പുതിയ നീക്കം. 33 വർഷത്തിന് ശേഷമാണ് അമേരിക്ക ആണവ പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ഐസൻ, എന്താണ് അമേരിക്കയുടെ അടുത്ത നീക്കം? വിഷ്ണു, അമേരിക്കയുടെ നീക്കം നേരത്തെ തന്നെ, അതായത് 2 ദിവസം മുൻപ് തന്നെ അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചിരുന്നു. അതായത് മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആക്രമണോത്സുകമായ നീക്കങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ആണവ പരീക്ഷണങ്ങൾ ഉൾപ്പെടെ നടത്തുമ്പോൾ തങ്ങൾ മാത്രം അക്കാര്യത്തിൽ പിന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു നിലപാടാണ്. തുല്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ, അതായത് ഏത് രീതിയിലുള്ള ആയുധങ്ങളാണോ മറ്റു രാജ്യങ്ങൾ നിർമ്മിക്കുന്നത്, സമാന തുല്യമായ രീതിയിലുള്ള അതേ ആയുധങ്ങൾ തങ്ങളും തയ്യാറാക്കുമെന്നൊരു സൂചനയാണ് അന്ന് അദ്ദേഹം നൽകിയത്. ഇത് സംബന്ധിച്ച ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സൈന്യത്തിന് നൽകിയിരിക്കുന്നത്. ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകി എന്ന് അദ്ദേഹം തന്നെ സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശം അമേരിക്ക സൈന്യത്തിനും അനുബന്ധ സംവിധാനങ്ങൾക്കും നൽകുന്നത് 33 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. അത്തരത്തിലൊരു നീക്കം നടക്കുന്നതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ ഭൂരിപക്ഷ മിസൈലുകളും അതുപോലെ തന്നെ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണുകളും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകളും റഷ്യ പരീക്ഷിച്ചിരുന്നു. ഒക്ടോബർ 21 നടന്ന പരീക്ഷണം ഒരാഴ്ച കഴിഞ്ഞാണ് പുറത്തുവിട്ടതെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഡ്രോൺ പരീക്ഷണം നടത്തിയ വിവരവും റഷ്യ പുറത്തുവിടുകയും ചെയ്തു. ആണവ പ്രൊപ്പൽഷനിൽ പ്രവർത്തിക്കുന്ന ആണവായുധങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ സംവിധാനം ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രകോപനമായി നിലവിലെ സാഹചര്യത്തിൽ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യ അമേരിക്ക ബന്ധം ഉലഞ്ഞൊരു പശ്ചാത്തലവും അതുപോലെ തന്നെ നാറ്റോ സഖ്യകക്ഷികളുമായ ഒരു വെല്ലുവിളി റഷ്യ ഉയർത്തുന്ന ഒരു സാഹചര്യവും യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ നിലപാടുകളും എല്ലാം തന്നെ ഇത്തരത്തിലൊരു ആയുധ നിർമ്മാണത്തിനുള്ള നീക്കങ്ങളിലേക്ക് റഷ്യയെ പ്രേരിപ്പിച്ചു. റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച ട്രംപ് ഒഴിവാക്കിയതും ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലെല്ലാമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം ഏറെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ടത് 2017 ഉത്തര കൊറിയ ഇത്തരത്തിലൊരു ആയുധ പരീക്ഷണം അവസാനമായി നടത്തിയതായി റിപ്പോർട്ടുകളുള്ളത്. അതിനുശേഷം ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്നും റഷ്യയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ആണവ പരീക്ഷണങ്ങൾ നടത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നു. നിലവിലെ റഷ്യ പരീക്ഷിച്ച ആണവ സംവിധാനങ്ങൾ ന്യൂക്ലിയർ പ്രൊപ്പൽഡ് മിസൈൽ, അതായത് ആണവായുധമായല്ല ആണവായുധമായി പരിണമിപ്പിക്കാവുന്ന ഒരു സംവിധാനമാണ് ലോകത്താദ്യമായി പരീക്ഷിച്ചതും. അതുപോലെ തന്നെ ആണവ ഡ്രോണുമാണ് പരീക്ഷിച്ചത്. പ്രൊപ്പൽഷൻ, അതിന്റെ സഞ്ചാരഗതിയിൽ ഊർജ്ജം നൽകുന്ന ആണവ ഇന്ധനമാണ് പ്രയോഗിച്ചത്. അതൊരു സമാധാനപരമായ ആവശ്യമെന്ന് ന്യായീകരിക്കാൻ റഷ്യക്ക് സാധിക്കും. എങ്കിൽ കൂടി ഏത് തരത്തിലുള്ള ഒരു പ്രതിരോധമാണ് അക്കാര്യത്തിൽ തീർക്കുക എന്നതും, ഏത് തരത്തിലുള്ള ആയുധങ്ങളാണ് സൃഷ്ടിക്കുക എന്നും, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സംവിധാനങ്ങളാണ് സമാന രീതിയിലുള്ള തുല്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമായി അമേരിക്ക പരീക്ഷിക്കുക എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം ലഭ്യമായിട്ടില്ല. എങ്കിൽ കൂടി ദിവസങ്ങൾക്കുള്ളിൽ മറ്റു ആണവ പരീക്ഷണ നീക്കങ്ങളിലേക്ക് അമേരിക്ക പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു, ശരി. ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.